ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അളവ് ചുരിദാർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടൊരു ചുരിദാർ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാനിത് അവിടെ ഒരു 2.25 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനി നമുക്കൊന്ന് ആദ്യം ഇതാ നമ്മള് നീളഭാഗത്തേക്ക് ഒന്ന് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതാ വീതിയുടെ ഭാഗത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോ ഇവിടെ മടക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് അളവ് ചുരിദാർ വെച്ചിട്ട് ഇതിൽ മാർക്കിങ്ങുകളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടേക്ക് നമ്മൾ 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. അതുപോലെ താഴ്ഭാഗം മടക്കി അടിക്കാനുള്ള ലെങ്ത്തും കൂടെ ഇവിടെ കൂടുതൽ എടുക്കണം. ഈ ഒരു ചുരിദാറിനുള്ള ലൈനിങ്ങും കൂടെ ഇതിന്റെ മുകളിലൊന്ന് വെച്ചു കൊടുക്കുക. ലൈനിങ്ങും നമ്മളിതാ ഇവിടെ ഫോൾഡഡും ഇവിടെ ഓപ്പണിങ്ങും വരുന്ന രീതിയിലാണ് മടക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും ഇവിടെ ലെവലാക്കിയിട്ടൊന്ന് വെച്ചു കൊടുക്കുക. മുകളിലും ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ്. നമുക്കിത് ഇതിന്റെ മുകളിൽ നമ്മുടെ കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാർ എടുത്തിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള അളവ് ചുരിദാർ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇത് ഇതേപോലെ നേരെ നടു മടക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയുടെ മുകളിലൊന്ന് വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ ആദ്യം ഇതൊന്ന് ലെവലാക്കി വരയ്ക്കുക. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് അളവാണ് ലെങ്ത് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കൂടുതലോ കുറവുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ആദ്യം തന്നെ ലൈനിങ്ങിന്റെ താഴ്ഭാഗം ഒന്ന് ലെവലാക്കി വരച്ചു വെട്ടാണ്. അതിനുശേഷം നമ്മൾ മെയിൻ ക്ലോത്ത് ഒന്ന് കറക്റ്റ് അളവിലൊന്ന് വെട്ടി കൊടുക്കുക. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിനേക്കാൾ ഒരു 2 ഇഞ്ച് കയറ്റിയിട്ടാണ് ലൈനിങ് ക്ലോത്ത് വെച്ചു കൊടുക്കുന്നത്. ഈ ഒരു ലെവലിലാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ചു കൊടുക്കുന്നത്. എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റ് ഒരു അളവിൽ തന്നെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മുടെ ചുരിദാർ എടുക്കുക. താഴ്ഭാഗത്ത് നമുക്ക് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച് വിടണം. അതിനുശേഷം ഇതാ നമ്മൾ ഇവിടെ ഒന്ന് ഒപ്പം വെച്ചു കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് നെക്ക് കറക്റ്റായി പിടിച്ചിട്ടൊന്ന് ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ അടിക്കാനുള്ളത് വിടുക. അതിനുശേഷം ഇനി നമുക്ക് മാർക്കിങ്ങുകൾ ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ എല്ലാ ഭാഗവും ഒപ്പം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ബാക്ക് നെക്കിന്റെ ലെങ്ത്തും ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്യുക. നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം. ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഷോൾഡറിന്റെ പോയിന്റ് വന്നിരിക്കുന്നത്. ഇതൊന്നൊരു 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ കൈക്കുഴി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് കൈക്കുഴിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതാ ഈ ഒരു രീതിക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. നമ്മൾ ഇവിടെ കൂടെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഫ്രണ്ട് നെക്കും നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് ഈ ഒരു ലെവലാണ് വരിക. നമുക്കതും ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇതിലൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനാണ് നമ്മളൊരു 1/2 ഇഞ്ച് കയറ്റി വരച്ചിരിക്കുന്നത്. മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മളിത് ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ കൂടെ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെയാണ് നമ്മുടെ സ്ലിറ്റ് വരുന്നത്. ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് വരച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പായിട്ട് നമ്മളിപ്പോൾ ഒരു 1.5 ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതാ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ മാർക്കിങ്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ 1.5 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സ്ലിറ്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ 1.5 ഇഞ്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. താഴ്ഭാഗത്തും നമ്മൾ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് കറക്റ്റ് 1 ഇഞ്ചിലൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ഒന്ന് കയറ്റി മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുക്കുകയാണ്. ഞാൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ
മാർക്കിംഗ് എന്ന് പറയണത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിന്റെ ഭാഗമൊന്നും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇതാണ് നമ്മുടെ അളവ് വരുന്നത്. അപ്പൊ നമ്മൾ അതിന്നൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ ഫ്രണ്ടും ബാക്കും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത്, അതിനുശേഷം നമ്മുടെ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്യാണ്. നമുക്കൊരു സ്ലിറ്റിന്റെ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടിഭാഗം ഒന്ന് ഷേപ്പാക്കി വെട്ടാം. അപ്പൊ അതാ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രണ്ട് പാർട്ട് ഒന്ന് ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ഷോൾഡർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഒരു പീസ് മാറ്റി വെക്കാം. കറക്റ്റായി വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോള് ഒന്ന് കുഴിച്ച് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ശരിക്കുള്ള കൈക്കുഴി. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഫ്രണ്ടിലത്തെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് നമ്മുടെ ബോഡി പാർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് ഞാനിപ്പോ ലൈനിങ് ഒന്നും വയ്ക്കണില്ല. നമ്മളിപ്പോ ഈ ഒരു തുണി 2 പീസ് ഉണ്ട്. ഇതിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്ലീവ് ഇങ്ങനെ വെച്ചു കൊടുക്കുക. നമ്മളിപ്പോ ഫ്രണ്ട് പാർട്ടല്ല ബാക്ക് പാർട്ടാണ് ഇവിടെ വെച്ചു കൊടുക്കുന്നത്. അത് ലെവലാക്കി ഒന്ന് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് ഇവിടെ ആവശ്യമുണ്ട്. 1 ഇഞ്ച് നമ്മൾ സ്ലീവ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സ്ലീവ് ഇവിടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്യുക. നമ്മളിത് ഈ ബാക്ക് ആം ഹോൾ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെയാണ് സ്ലീവിൻ്റെ എൻഡ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ഇഞ്ചിന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. ഇവിടെ വരെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് വന്ന് നിൽക്കണത്. ഇവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ പോയിന്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്യുക. ഇത് യോജിപ്പിച്ച് വരയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള പോയിന്റാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് പോയിന്റ് നോച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന്, ഈ ഒരു വീഡിയോയിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചുരിദാറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വരച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതാണ്. ഈ ഒരു നല്ല വശത്തേക്ക് നമ്മളിതാ ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ചിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഈ 1/2 ഇഞ്ചിൽ നമ്മൾ നെക്ക് അടിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിലും ചെയ്യുക. ഇനി ഈ 2 തുണികളും തമ്മിൽ നീങ്ങി പോകാണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് പിന്നുകൾ കുത്തി കൊടുക്കാം. പിൻ കുത്തി കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ നിന്നോളും. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇങ്ങനെ പിടിച്ചാൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നെക്കും ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് വരച്ചു വെച്ച് അതേ ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ബാക്ക് നെക്ക് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഫ്രണ്ട് നെക്കും ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിന് ചുറ്റും ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ത്രെഡിൽ കൊള്ളാതെ വേണം കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കാൻ. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത പീസിലും കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ്.
ബാക്ക് പാർട്ടിന്റെ നെക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ടും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിനൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നെക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒരു പതിച്ചടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടിച്ചിട്ട് വരാം. നമ്മളിപ്പോ ഇതാ ഫ്രണ്ട് നെക്ക് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. ഷോൾഡർ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ബാക്ക് പാർട്ട് ഇവിടെ എടുത്തിടുകയാണ്. ബാക്ക് പാർട്ടിന്റെ നല്ല ഭാഗം എടുക്കുക. ഈ ഒരു നല്ല ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിന്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഇതാ ഈ ഒരു ബാക്ക് പീസിന്റെ നല്ല ഭാഗത്തേക്ക് ഇത് ഈ ഒരു തുണിയുടെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഈ ഒരു ലൈനിങ് ക്ലോത്ത് ഈ ഒരു ലൈനിങ് ക്ലോത്തിന്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ടത് ഈ ഒരു ഭാഗം കൂടെ മടക്കി കൊടുക്കുക. ഇവിടെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ഷോൾഡർ അടിച്ചെടുക്കുക. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിതാ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിന്റെ നല്ല ഭാഗം ഈ ഒരു ബാക്ക് പാർട്ടിന്റെ നല്ല ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ഒരുമിച്ച് പിടിക്കുക. ഈ ഒരു തയ്യൽ തുമ്പ് നിൽക്കണതും കൂടെ ഈ ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. 1/2 ഇഞ്ചിലാണ് നമ്മളിവിടെ ഇപ്പോൾ അടിക്കണത്. നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ചെയ്തെടുക്കാം. ഷോൾഡർ അത് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലും കൂടെ ഒരു പതിച്ചടി കൊടുക്കാം. നമ്മളിതിപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ സ്ലീവിന്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുക. അടുത്ത ഭാഗം ഇതേപോലെ മടക്കി അടിക്കാം. മടക്കി അടിച്ചു. ഇനി നമുക്കിത് ബോഡി പാർട്ടായിട്ട് ജോയിൻ ചെയ്യാം. ഈ ഒരു സ്ലീവിന്റെ പൊഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഇതാണ്. അപ്പൊ ഇത് നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്കാണ് വരേണ്ടത്. അപ്പൊ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി അടിയിലത്തെ ലൈനിങ് നീങ്ങി പോകുന്ന വല്ല ടെൻഷനും ഉണ്ട് വെച്ചൊരു പിന്ന് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോ അങ്ങനെ ചെയ്യണില്ല. നമ്മളത് പതുക്കെ സ്ലീവ് ഈ ഒരു നമ്മൾ ആം ഹോളിനോട് ചേർന്ന് പിടിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ മറുഭാഗം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ സ്ലീവ് നമ്മൾ ഒട്ടും പിടിച്ച് വലിക്കാനോ ഒന്നും പാടില്ല. വലിച്ചാൽ നമുക്ക് സ്ലീവ് വലിഞ്ഞു പോരും. അപ്പൊ ഇത് പതുക്കെ നമ്മുടെ ഈ ഒരു സ്ലീവിലേക്ക് വെച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മളിത് ലൈനിങ്ങിന്റെ താഴ്ഭാഗം ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ്. 2 ഭാഗം ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ബോഡി പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. 1.5 ഇഞ്ചിലാണ് നമ്മൾ ബോഡി പാർട്ട് ജോയിൻ ചെയ്യാൻ തയ്യൽ തുമ്പ് വിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ സ്ലിറ്റിന്റെ ഭാഗം വരെ ഒന്ന് അടിച്ചിട്ട് കെട്ടിട്ട് നിർത്തുകയാണ്. കറക്റ്റ് 1.5 ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ അടിച്ചു കൊണ്ടിരുന്നത്. സ്ലിറ്റിന്റെ അവിടെ എത്തുമ്പോൾ 1 ഇഞ്ചാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു സ്ലിറ്റിന്റെ ഭാഗം എങ്ങനെ തയ്ക്കാൻ നോക്കാം. നമ്മളിവിടെ 1 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് വിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മളിതാ 1/2 ഇഞ്ചിലൊന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും 1/2 ഇഞ്ചിൽ ഒന്നുകൂടെ മടക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പിന്നെ കുത്തി കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് കറക്റ്റ് 1/2 ഇഞ്ച് പിടിക്കുക. എല്ലാ ഭാഗത്തും 1/2 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് പിന്നെ കുത്തി കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെ ഈ ഒരു ഭാഗം മടക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ പിന്നെ കുത്തി കൊടുക്കുക. ഈ രീതിയിൽ മടക്കി വെച്ചിട്ട് നമ്മളിത് ആദ്യം ഈ ഭാഗത്തുനിന്ന് ഈ ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അതിനുശേഷം ഇവിടെ നിവർത്തി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് കയറ്റിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. അവിടെ നിന്ന് നേരെ താഴ്ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഈ ഒരു സൈഡ് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ പിന്നെ കുത്തിയ ഭാഗം തന്നെ ആദ്യം ചെയ്ത് നോക്കാം. പിന്നുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഊരി കൊടുക്കണം. ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ലാസ്റ്റ് ഭാഗത്തുമ്പോൾ നമ്മൾ ഇതിനെയും കൂടെ ഒന്ന് നിവർത്തി വെക്കുക. എന്നിട്ട് രണ്ടും തമ്മിൽ ഈ ഒരു രീതിക്ക് നിവർത്തിയതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് കയറ്റി അടിക്കുക. കുത്തി സൂചിന് പൊക്കാൻ പാടില്ല, അവിടെ കുത്തി നിർത്തുക. അതിനുശേഷം നമ്മൾ ഈ ഒരു തുണീനതാ ഇവിടെ നിവർത്തി വെച്ച് ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിലേക്ക് നേരെ അടിച്ചു വരാം. അതിനുശേഷം വീണ്ടും നമ്മൾ താഴ്ഭാഗത്തേക്ക് അടിച്ചു പോരുകയാണ്. നമ്മൾ അളന്നെടുത്ത കറക്റ്റ് അളവിൽ
അപ്പൊ ഇതാ നമ്മള് സ്ലിറ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്. നമുക്കൊരു ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും ഇതാ നമ്മള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഇതേപോലെ സ്ലിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഇപ്പൊ പിന്നൊന്നും കുത്തി കൊടുക്കണില്ല. അപ്പൊ ഇത് സ്ലിറ്റ് രണ്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ താഴ്ഭാഗം ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ആദ്യം അരയിഞ്ചിലൊന്ന് മടക്കുക, അതിനുശേഷം വീണ്ടും അരയിഞ്ചിലൊന്ന് മടക്കുകയാണ്. അപ്പൊ താഴ്ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. താഴ്ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് അളവ് ചുരിദാർ വെച്ചിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊരു ചുരിദാർ ഇവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചുരിദാർ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്ലിറ്റ് കണ്ടില്ലേ, വളരെ നീറ്റായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണെങ്കിലും ഒക്കെ അത് കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.